അടിപൊളി, ഗംഭീരം, അടിപൊളി, ഒന്നും പറയാനില്ല, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തോട് പൊരുത്തപ്പെടാനും വേണ്ടി ഞങ്ങൾ കുറച്ച് നേരത്തെ പോകുന്നതാണ്. കാരണം മഞ്ഞും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്താ വെച്ചാൽ സൗണ്ടിനൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് മുന്നേ ഇങ്ങോട്ട് വന്ന. മഞ്ഞൊക്കെ ഇന്നലെയല്ലേ, ഇന്ന് നല്ല ചൂടല്ലേ? എന്താ ഈ രാവിലെ ഇപ്പോൾ ഈ ഡിസംബർ മാസമായതുകൊണ്ട് തന്നെ അപ്പോൾ സൗണ്ട് കയറിങ് ഞങ്ങൾക്ക് പ്രാക്ടീസിനും ഞങ്ങൾ 3 പേര് ദഫിലും കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ആയിരുന്നു ദഫ് മത്സരം. അപ്പോൾ അവർ മാത്രം പോകുന്ന കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രാക്ടീസ് നടക്കില്ല. അപ്പോൾ ഇവിടെ ഞങ്ങൾ റൂം കാര്യമൊക്കെ എടുത്ത് ഇവിടെ പ്രാക്ടീസും ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ പോകുന്നതാണ്. ഈ ആവേശത്തിൻ്റെ ഇടയിൽ പറയാൻ മറന്നു, ഇവർ മലപ്പുറത്ത് നിന്നുള്ള കോൽക്കളി ടീംസാണ്. ഇപ്പോൾ നമുക്കറിയാം മലപ്പുറം എന്നൊക്കെ പറഞ്ഞാൽ കോൽക്കളിയുടെ ഒരു കേന്ദ്രമാണില്ലേ? അതെ, തീർച്ചയായിട്ടും. 5 മാസത്തെ കഠിനമായ പ്രാക്ടീസും കാര്യമൊക്കെയാണ്. ഇതിന് പിറകിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ലെവലിൽ എത്തിയത്. പിന്നെ ഞങ്ങളെ സ്കൂൾ ഇതിനു മുമ്പും ഞങ്ങൾ 4ാമത്തെ വർഷമാണ് സ്റ്റേറ്റ് ലെവലിൽ ഞങ്ങൾ സ്കൂളിൽ എത്തുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ജില്ല വരെ എത്തി, ജില്ലയിൽ 2nd ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ഏത് സ്കൂളിൽ നിന്നാണ്? IK ടീച്ചേഴ്സ് ചെറുകുളമ്പ്. ഓക്കെ, നമുക്ക് ആദ്യം എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്? മുഹമ്മദ് ഫാഹിം. ഓക്കെ. മുഹമ്മദ് ഷിയാസ്. മുഹമ്മദ് റിഷാൻ. മുഹമ്മദ് സജിത്ത്. ഇൻഷാദ്. മുഹമ്മദ് അർഷദ്. ആദിൽ. ഫജർ മുഹമ്മദ്. ഹംദാൻ. സാലി മുഹമ്മദ്. മുഹമ്മദ് ആഷിഖ്. മുഹമ്മദ് അൻസിഫ്. മുഹമ്മദ്മാരാണല്ലോ കൂടുതൽ. അതെന്താ അങ്ങനെ നോക്കിയെടുത്തതാണോ എല്ലാവരും? അല്ല സ്റ്റൈൽ മലപ്പുറം സ്റ്റൈൽ അങ്ങനെയാണ്. മുഹമ്മദ് വെച്ചിട്ട് ഫസ്റ്റ് പേര് തുടക്കമുണ്ട്. അത് പാരമ്പര്യമായിട്ട് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഈ കോൽക്കളി പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് ആയതുകൊണ്ട് തന്നെ ജില്ലാ ലെവലിൽ നല്ല ടഫ് കോമ്പറ്റീഷൻ ആയിരുന്നു കാണുമല്ലോ. നല്ല ടഫ് കോമ്പറ്റീഷൻ. ജില്ലയിൽ ഏകദേശം 20 ടീം ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ 1ാം സ്ഥാനം അടിച്ചുകൊണ്ടാണ് നമ്മൾ സ്റ്റേറ്റ് ലെവലിലേക്ക് പോകുന്നത്. അതേപോലെ ഞങ്ങളെ ഗുരു മഹറൂഫ് കോട്ടകൽ, ഞങ്ങളെ പഠിപ്പിക്കുന്ന ഗുരു ഉണ്ട് ഇവിടെ, വിളിക്കണോ? അദ്ദേഹത്തെ ഇങ്ങോട്ട് ഒന്ന് വിളിച്ചോളൂ. കഴിഞ്ഞ 5 മാസങ്ങളായിട്ട് നിരന്തരമായിട്ടുള്ള പ്രാക്ടീസാണ്. അതുകൊണ്ടാണ് മലപ്പുറം ജില്ല പോലത്തെ 17 സബ് ജില്ലകളാണ് മലപ്പുറം ജില്ലയിലുള്ളത്. അത്രയും ടീമുകളായിട്ട് മത്സരിച്ച് 1ാം സ്ഥാനം കരസ്ഥമാക്കി ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് മികച്ച പ്രാക്ടീസ് കൊണ്ട് മാത്രമാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പൂങ്കമറിൻ തിരുപ്പാലൊളിയിൽ കരപൂവനിൽ സത്യദീൻ തെളിയാൻ. പൂങ്കമറിൻ തിരുപ്പാലൊളിയിൽ കരപൂവനിൽ സത്യദീൻ തെളിയാൻ. പുകൾപ്പെട്ട മാലിക് ദീനാറും മുന്തി പുതൽവരും ബീവിയും സഹചരുമായി. പൂങ്കമറിൻ തിരുപ്പാലൊളിയിൽ കരപൂവനിൽ സത്യദീൻ തെളിയാൻ. തിങ്കൾ നബി ചൊങ്കിൽ ഊரை തങ്കമൊളി ബിതമായി. കപ്പലകം കേറി ഹറജാ. ബാങ്കൊല്ലിയും തെക്ക് ബീർ ദുനിയും മലൈബാറണയാൻ ദുആയും ഉറൈവായ്. ഭീതിതമായി ബർസാത്തണവായി ഒലപാകിടും ബഹറല പൊങ്കിടലാ. ഓക്കെ, അപ്പോൾ എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. ഇപ്പോൾ മലബാറിനെ പറ്റി കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം വായിൽ കപ്പലോടുന്ന രുചികളുള്ള നാട്ടിൽ നിന്ന് ഇവിടെ കൊല്ലത്തെത്തിയിരിക്കുകയാണ്. കൊല്ലത്തെ ഫുഡൊക്കെ പിടിക്കുന്നുണ്ടോ? കുഴപ്പമില്ല, അടിപൊളി ഫുഡാണ്. ഞങ്ങൾക്കിപ്പോൾ യാതൊരു പ്രശ്നവുമില്ല. അടിപൊളി, നമ്മളെ നാട്ടിലത്തെ മാതിരി തന്നെ അടിപൊളി ഫുഡൊക്കെ തന്നെ ഇവിടെയും കിട്ടുന്നത്. സി മലയാളം ന്യൂസിന് വേണ്ടി രജീഷ് നരിക്കുനിക്കൊപ്പം അജയ് സുധാബിജു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.